പ്രതിസന്ധി കണക്കുകളുടെ ഇടയിലും ബജറ്റിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് KSRTC. പ്ലാൻ ഫണ്ടും ഗ്രാൻഡും കൂട്ടണമെന്നത് അടക്കം നിരവധി ആവശ്യങ്ങൾ KSRTC സർക്കാരിന് മുൻപിൽ വച്ചിട്ടുണ്ട്. കരകയറ്റാനുള്ള പദ്ധതികൾ ആണോ അതോ സ്ഥിരം പ്രഖ്യാപനങ്ങൾ മാത്രമാണോ ഉണ്ടാവുക എന്നതാണ് തൊഴിലാളി യൂണിയനുകളുടെയും ചോദ്യം. ശമ്പളവും മുടങ്ങും, പെൻഷനും മുടങ്ങും. എന്നാലും വളയം പിടിക്കുന്നതിലും മണിയടിക്കുന്നതിലും KSRTCക്ക് ഒരു കുറവുമില്ല. ഇത്തവണത്തെ ബഡ്ജറ്റിലും പ്രതീക്ഷയുണ്ടാകുമോ അതോ പ്രഖ്യാപനം മാത്രമായിരിക്കുമോ? പ്ലാൻ ഫണ്ടും ഗ്രാൻഡും ഉൾപ്പെടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ KSRTCക്കായി വകയിരുത്തിയത് 1031 കോടി രൂപയാണ്. വർഷാവസാനം കണക്ക് പരിശോധിച്ചാൽ സർക്കാർ കോർപ്പറേഷന് നൽകിയത് 1354 കോടി രൂപയും. തനത് വരുമാനമുണ്ടായിട്ടും ശമ്പളവും പെൻഷനും നൽകുന്നത് സർക്കാർ ധനസഹായത്തിലും. കഴിഞ്ഞ വർഷങ്ങളിൽ കാര്യമായ പ്ലാൻ ഫണ്ട് ലഭിച്ചില്ല എന്നാണ് തൊഴിലാളി യൂണിയനുകൾ പറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനും ഉൾപ്പെടെ ബഡ്ജറ്റിൽ തുക നീക്കിയിരുത്തുമെന്നും പ്രഖ്യാപനങ്ങൾക്കും അപ്പുറത്ത് KSRTCക്ക് പ്രതീക്ഷയാണ് നൽകേണ്ടതെന്നും യൂണിയനുകൾ ആവശ്യമുയർത്തുന്നുണ്ട്. പുതിയ ബഡ്ജറ്റിലും പുതിയ മന്ത്രിയിലും വലിയ പ്രതീക്ഷയാണ് KSRTC തൊഴിലാളികൾ. ഈ കഴിഞ്ഞ ഡിസംബർ മാസം തന്ന കണക്കനുസരിച്ച് KSRTCക്ക് 820 കോടി രൂപയുടെ ബാധ്യത ഉണ്ട് എന്നാണ് KSRTC തന്നിട്ടുള്ളത്. അതിൽ കൺസോർഷ്യവും മറ്റും ഒഴികെയുള്ള കണക്കാണ്. ഈ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾക്കും അപ്പുറത്ത് നടപടികളാണ് വേണ്ടത്. പണിയെടുത്തതിൻ്റെ കൂലി അത് കൃത്യമായി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസ് സംഘിന് പറയുവാനുള്ളത്. പുതിയ ബസ് വാങ്ങാൻ 75 കോടി രൂപയെങ്കിലും വകയിരുത്തണമെന്നാണ് KSRTC മാനേജ്മെന്റിന്റെ ആവശ്യം. ഹൈഡ്രജൻ ബസ്സുകൾ പോലുള്ള അപ്രായോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകരുതെന്നും തൊഴിലാളി യൂണിയനുകൾ പറയുന്നുണ്ട്. ഓരോ ബഡ്ജറ്റുകളും KSRTC തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ അതിനെ കാത്തിരിക്കുന്നത്. സ്വാഭാവികമായി മുൻകാലങ്ങളിലൊക്കെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഭാഗമെന്നോണം KSRTCയുമായി ബന്ധപ്പെട്ട് ചില അപ്രായോഗികമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ഭാവനയുടെ ലോകത്ത് നിന്നുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ ആവരുത്, കേവലമായ ഒരു സങ്കല്പത്തിന്റെയോ ഭാവനയുടെയോ അടിസ്ഥാനത്തിലാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹൈഡ്രജൻ ബസ്സുകൾ പോലെയുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറം കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ള ഒരു സമീപനം ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് KSRTCയോട് കാണിക്കണം. പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് ഇലക്ട്രിക് ബസ്സുകളോടുള്ള അതൃപ്തി മാറിയിട്ടില്ല. എന്നാൽ സർക്കാർ നയം ഈ ബസ്സുകൾ തന്നെയാണ്. KSRTCയിൽ അടിയന്തര ഡീസൽ ബസ്സുകളും വാങ്ങേണ്ടതുണ്ട്. പരാതികളും പരിഭവങ്ങളുമെല്ലാം കോർപ്പറേഷൻ സർക്കാരിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അധികമായ തുകയും ചോദിച്ചിട്ടുണ്ട്. ഇനി എത്ര KSRTCക്കായി സർക്കാർ വകയിരുത്തും എന്നതാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിജുവിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.